ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുക്ക് ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് കോവയ്ക്കൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ വേറിട്ട ഒരു സ്വാദോടു കൂടിയുള്ള അടിപൊളി ഒരു മെഴുക്ക് പുരട്ടിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മുടെ പറമ്പിലുണ്ടായ കോവൽ ആണിത്. അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ ഉപ്പേരിക്ക് അരിയുന്ന രീതിയിൽ നമ്മൾ നൈസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സ്വാദിഷ്ടമായ ഒരു വേറിട്ട ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ എല്ലാം ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത് വൃത്തിയാക്കി എടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒറ്റ പ്രാവശ്യം കറക്കി ഒന്നെടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്ക് കോവയ്ക്ക വേകാനായിട്ടുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അല്പം ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ചീനച്ചട്ടി അടുപ്പ് വെച്ചൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച നമ്മുടെ ചേരുവ ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നു വന്നിട്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾക്കൊരല്പം ലൂസാക്കാൻ വേണ്ടി ചേരുവ നമ്മുടെ ഗ്രേവി ഒന്ന് ലൂസാക്കാൻ വേണ്ടി കോവയ്ക്ക വെന്ത വെള്ളം നമുക്കൊരു ശകലം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ചേരുവ എല്ലാം റെഡിയായി ഇരിപ്പുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് കോവയ്ക്ക, അവിടെ വെന്ത കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരല്പം പച്ചവെളിച്ചെണ്ണ കൂടെ ഒന്ന് മേമ്പൊടിക്കായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളെ ടേസ്റ്റ് നല്ല അതീവ ഹൃദ്യമായ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെറൈറ്റി ആയി ചെയ്ത മെഴുക്ക് പുരട്ടിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഒരല്പം മല്ലിച്ചപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കോവയ്ക്ക വെറൈറ്റി മെഴുക്ക് പുരട്ടി റെഡിയായി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.